Hey, my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. കളക്റ്റീവ് റീഡിംഗ് ആണ്, കളക്റ്റീവ് മെസ്സേജ് ആണ്. ഈ ഒരു കറന്റ് സിറ്റുവേഷനെ പറ്റി എന്താണ് നിങ്ങൾ കേൾക്കേണ്ടത്, എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ആൻഡ് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യം, ഗ്രേറ്റ് അഡ്മിറേഷൻ ആൻഡ് ഫാളിങ് ഇൻ ലവ് വിത്ത് യു. ഓൾറൈറ്റ്, അത് നിങ്ങളുടെ സെൽഫായിട്ടായിരിക്കാം, നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആയിരിക്കാം. ആൻഡ് അത് പുറമേ നിന്നും ഓക്കെ, ഒരു ചില ആളുകളുടെ ചില പ്ലേസിൽ നിന്ന് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു വലിയൊരു അഡ്മിറേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി ഇൻ ആൻഡ് ഔട്ട്. സോ ആരെങ്കിലും നിങ്ങളൊരു വലിയ രീതിയിൽ കാത്തിരിക്കുന്നുണ്ട്, അഡ്മയർ ചെയ്യുന്നുണ്ട് വിത്ത് ഹോപ്പ്. ഓക്കെ, ഒരു ഹോപ്പോട് കൂടി ചില കാര്യങ്ങൾ. ഓക്കെ, എസ്പെഷ്യലി ആരെങ്കിലും നിങ്ങളെടുത്ത് അങ്ങനെ റിട്ടേൺ ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, ഓർ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് ചില ആളുകൾ. ഓക്കെ, സോ ലെറ്റ്സ് സീ വാട്ട് ഈസ് ദാറ്റ്. ഇത് നിങ്ങൾ കാത്തിരിക്കുന്ന കാര്യമല്ല, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യമല്ല. മേ ബി ഇത് നിങ്ങളും വെയിറ്റ് ചെയ്യുന്ന കാര്യമായിരിക്കാം, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളും വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, അത് ചില കാര്യങ്ങളായിരിക്കാം, സിറ്റുവേഷൻ ആയിരിക്കാം, ഓർ ആളുകളുമായിരിക്കാം, റിലേറ്റ് വിത്ത് യുവർ സിറ്റുവേഷൻ. ഓൾറൈറ്റ്, ബട്ട് ഡെഫിനറ്റ്ലി ആരോ ഒരാൾ നിങ്ങളെ വലിയ രീതിയിൽ കാത്തിരിക്കുന്നുണ്ട് വിത്ത് ദെയർ ഹോപ്പ്. ലെറ്റ്സ് സീ എന്താണ് നിങ്ങൾക്കുള്ള കളക്റ്റീവ് മെസ്സേജ് അബൌട്ട് യുവർ കറന്റ് സിറ്റുവേഷൻ. നിങ്ങൾക്ക് ചില കാര്യത്തിനെ പറ്റി, ചില സിറ്റുവേഷനെ പറ്റി വലിയ രീതിയിലുള്ളൊരു അവേക്കനിങ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഓക്കെ, ലവ് റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആൻഡ് യുവർ സ്പിരിച്വൽ സിറ്റുവേഷൻ. ഓക്കെ, നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഗ്രോത്ത്, അതായത് നിങ്ങളുടെ സെൽഫായിട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് അഡ്മയർ ചെയ്യുന്ന ഒരു ടൈമാണ്. ഓക്കെ, നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു അഡ്മിറേഷൻ നിങ്ങൾക്ക് സ്വയം തോന്നുന്നുണ്ട്. നിങ്ങളുടെ ഫിസിക്കാലിറ്റി ആയിരിക്കാം, നിങ്ങളുടെ ഒരു മെന്റാലിറ്റി ആയിരിക്കാം, നിങ്ങളുടെ ആക്ഷൻ ആയിരിക്കാം, നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ ആയിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു വലിയൊരു ഫയർ ആക്ച്വലി നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്നുണ്ട്, വെളിച്ചം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്. ആ ഒരു വെളിച്ചം പുറത്തേക്കും സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതാണ് ചില ആളുകൾ നിങ്ങൾക്ക് ഹൈലി നിങ്ങളുടെ ഓറ ക്ലിയർ ആവുന്നുണ്ട്. ഓക്കെ, ആ ഒരു ബ്രൈറ്റ്നെസ്, നിങ്ങളുടെ സ്കിന്നിലും ആ ഒരു ബ്രൈറ്റ്നെസ് നിങ്ങൾക്ക് ആക്ച്വലി കാണാൻ സാധിക്കും. ഓക്കെ, സോ അങ്ങനത്തെ ഒരു ചേഞ്ച് ആക്ച്വലി നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ടൈം സംഭവിക്കാൻ പോകുന്നുള്ളതല്ല, ഈ ഒരു ടൈം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, സഡൻ ആയിട്ടുള്ള ചില തിരിച്ചറിവുകൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും. ആൻഡ് സഡൻ ആയിട്ട് തോന്നുന്ന തോട്ട്സ്, ഐഡിയാസ്, ചില സിറ്റുവേഷൻസ് ഒരു കംപ്ലീഷനിലേക്ക് വരുന്നുണ്ട്. ചില കാത്തിരിപ്പും കൂടെ എൻഡിലേക്ക് വരികയാണ്, അതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോമിലേക്ക്. ഇറ്റ്സ് ലൈക്ക് എങ്ങനെയാണ് ഒരു ബട്ടർഫ്ലൈ ഉണ്ടായി വരുന്നത്. ഓക്കെ, എസ്പെഷ്യലി റിലേഷൻഷിപ്പ്, ഐ ക്യാൻ സീ ദാറ്റ് എ ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ്. നിങ്ങളുടെ ഒരു റൊമാൻറ്റിക് പാർട്ട്ണർ. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ്, ഐ ഡോണ്ട് നോ നിങ്ങൾ എങ്ങനത്തെ കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണ്. നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓക്കെ, ഈവൻ ലൈക്ക് ഡിസ്റ്റൻസ് നിന്നും ചില സിറ്റുവേഷൻ, ചില ആളുകളെ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് മേ ബി ടെലിപ്പത്തിക്കലി ആയിരിക്കാം, ഓർ ദ എനർജി. ഓക്കെ, so let's see എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്, what you need to hear right now about your current situation. സോ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഒരുപാട് വേദന തന്നിട്ടുള്ള, നിങ്ങളൊരു ഇമോഷണൽ പോയിന്റിൽ കൊണ്ടുവച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ലാതെ ഒരു പെയിൻഫുൾ ആയിട്ട് എൻഡ് ചെയ്തിട്ടുള്ള ചില സിറ്റുവേഷൻസ്, ഓർ എസ്പെഷ്യലി ഇത് അങ്ങനത്തെ ഒരു പേഴ്സൺ നിങ്ങളെ ലൈഫിലുണ്ടെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ വലിയ രീതിയിൽ കാത്തിരിക്കുന്നുണ്ട്, വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു കാത്തിരിപ്പ് എൻഡ് ആവുന്നുണ്ട്. ഇത് നിങ്ങളുടെ മുന്നിൽ വെരി സൂൺ റിവീൽഡ് ആവാൻ പോവാണ്. ചില കാര്യത്തിന്റെ സത്യാവസ്ഥകളൊക്കെ നിങ്ങൾ ആക്ച്വലി കണക്ട് ചെയ്യാൻ പോവാണ്. ചില ആളുകൾക്ക് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ്, ഡിസയർ, ദ റെസ്പെക്ട്, അഡ്മിറേഷൻ ഒക്കെ റിവീൽഡ് ആവാൻ പോവാണ്. പാഷൻ. ഓക്കെ, നിങ്ങൾ വലിയ രീതിയിൽ അഡ്മയർ ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് വലിയ രീതിയിൽ അഡ്മയർ ചെയ്യുന്ന പേഴ്സൺ. ഓൾറൈറ്റ്,
ചില ആളുകൾ ഇത് മ്യൂച്വലി ആണ് കണക്ട് ചെയ്യുന്നത്. What you need to hear right now. ആക്ഷൻ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ ലവ് ലൈഫിൽ ആക്ഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ലൈക്ക് എ ബോണസ്. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് ഒരു കൈൻഡ് ഓഫ് ബോണസ് പോലെയാണ്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ചില അവേക്കനിങ് സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങൾക്ക് സ്പിരിച്വൽ ആയിട്ടും ഉണ്ടാവുന്നുണ്ട് ആൻഡ് റൊമാൻറ്റിക് ലൈഫിലും. ഓക്കെ, സോ നിങ്ങളുടെ ഒരു റൊമാൻറ്റിക് ലൈഫ് കൂടുതൽ അവേക്കൻ ആവുന്ന സിറ്റുവേഷൻസ് ആക്ഷനിലേക്ക് വരാണ്. ഐഡിയാസ് റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് എസ്പെഷ്യലി നിങ്ങൾ ചിന്തിക്കുന്നതോ ആഗ്രഹിക്കുന്നതോ അല്ല, ഡെഫിനറ്റ്ലി നിങ്ങളൊരു കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് വീണ്ടും വരികയാണ്. നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിലുള്ള ആളുകളായിരിക്കാം, ഓർ നിങ്ങൾ അങ്ങനെ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കാം, ഓർ നിങ്ങൾ സിംഗിൾ ആണെന്നുണ്ടെങ്കിലും. ഓക്കെ, കാരണം റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടാവുകയാണ്, നിങ്ങൾ പ്ലാൻ ചെയ്യാണ്, നിങ്ങൾ ആക്ഷനിലേക്ക് കൊണ്ടുവരാണ്. എങ്ങനെയായിരിക്കണം, എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ ആക്ട് ചെയ്യണം, എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം. ഓക്കെ, ആൻഡ് എങ്ങനെ ഒരു എസ്പെഷ്യലി ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ടൈമാണ് നിങ്ങളുടെ ഒരു ഫിസിക്കാലിറ്റിയിൽ. ഓക്കെ, മെയിൻ ആയിട്ട് അതിൽ ആക്ഷൻസ് ഉണ്ടാവുന്നുണ്ട്. സോ ചില മീറ്റിംഗ്സ്, ചില ഓപ്പൺ ആയിട്ടുള്ള കോൺവെർസേഷൻ, ഇത് ചില ആളുകൾക്ക് ഡെഫിനറ്റ്ലി ഒരു ടൈമിൽ നിങ്ങൾ ഒരു കൈൻഡ് ഓഫ് ട്രയാങ്കിൾ സിറ്റുവേഷനിൽ കൊണ്ടുവച്ചിട്ടുള്ളതായിരിക്കാം. ഓക്കെ, സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ്, ട്രയാങ്കിൾ ഇൻ ദ സെൻസ് ലൈക്ക് മേ ബി നിങ്ങൾക്ക് രണ്ടാൾക്കിടയിൽ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻസ് മേ ബി ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല ഒരു ടൈമിൽ. ഇത് എസ്പെഷ്യലി ലൈക്ക് നിങ്ങൾക്ക് ചില റിലേഷൻഷിപ്പിന്റെ ഇന്റൻഷൻ എന്താന്നുള്ളത്, അതിന്റെ ഒരു ഡെപ്ത്, അതിന്റെ ഒരു അതെന്തിനാണ് ആക്ച്വലി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ആരും നിങ്ങളെ വന്ന് പഠിപ്പിക്കുന്നതോ നിങ്ങൾ പരസ്പരം മനസ്സിലാക്കുന്നതോ അല്ല. ഓക്കെ, ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു അവേക്കനിങ് സ്റ്റേജിൽ നിങ്ങൾക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അതുവരെ നിങ്ങൾ അത്ര ഇമോഷണൽ ആയിട്ട് എടുത്തിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ ഒരു ഡെപ്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ, പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്കത് മനസ്സിലാക്കിയിട്ട് ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ചില ആളുകൾക്ക് നിങ്ങൾക്ക് ഫുഗീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ വിഷമമായിട്ടുള്ള സിറ്റുവേഷൻ. കാരണം നിങ്ങളുടെ തോട്ട്സിൽ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ തോട്ട്സിൽ വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാക്കുന്നുണ്ട്. അവേക്കനിങ് ആണ്, ലൈക്ക് പെട്ടെന്ന് ഉണ്ടാവുന്ന ചേഞ്ച് ആണ്. ഓക്കെ, പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു ഇൻസൈറ്റ് ആണ്, പെട്ടെന്ന് നിങ്ങളുടെ ഒരു ഹാർട്ട് ചക്ര ഓപ്പൺ ആവുന്ന സിറ്റുവേഷൻ. ഓക്കെ, കണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം ചില ആളുകളായിട്ട് തോന്നുക, ചില ആളുകളുടെ ഒരു ചില ആളുകൾ നിങ്ങൾക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ സാധിക്കുക. ഓക്കെ, ചില ആളുകൾ എസ്പെഷ്യലി നിങ്ങളെ അങ്ങനെ വളരെ ഡീപ്പായിട്ട് കണക്ട് ചെയ്യുന്ന, വെയിറ്റ് ചെയ്യുന്ന ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. സോ മേ ബി അതായിരിക്കും നിങ്ങൾക്ക് ഒരു സഡൻ അവേക്കനിങ് ഉണ്ടാവുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം ആൻഡ് ഓൾ ഓഫ് സഡൻ ഇങ്ങനത്തെ കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ റിവീൽഡ് ആവുന്നത്. കാരണം നിങ്ങളുടെ ഹാർട്ട് ചക്ര കണക്ട് ചെയ്യുന്ന, അത് ഒരുപാട് ആക്റ്റീവ് ആവുന്ന റിലേഷൻഷിപ്പ് മൊമെന്റ്സ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു മൊമെന്റിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം വരുന്നുണ്ടായിരിക്കുക. ഓൾറൈറ്റ്, സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഒരു ലവർ പോലെയാണ് ഈ ഒരു ടൈമിൽ. ഓക്കെ, നോ മാറ്റർ നിങ്ങൾ ഏത് ഏജിലുള്ള ആളുകളാണോ, നിങ്ങൾ ലവർ ആണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് യു ക്യാൻ ആക്ച്വലി ഫീൽ ദാറ്റ്. ഈവൻ നിങ്ങൾ ഈ ഒരു സമയം സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അത് ആക്ച്വലി ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഈവൻ അങ്ങനെ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു അഡ്മിറേഷൻ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്. ആസ് എ മാസ്കുലിൻ ഓർ ആസ് എ ഫെമിനൻ നിങ്ങൾ അങ്ങനെ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ലൈക്ക് ഓൾ ഓഫ് സഡൻ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫീലിങ്സ്. ഓക്കെ, ഒരു വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള എനർജി, അല്ലെങ്കിൽ വളരെ പ്രാക്ടിക്കൽ ആയിട്ട്, അല്ലെങ്കിൽ വളരെ റെസ്പോൺസിബിൾ ആയിട്ട് തോന്നുന്ന ചില ഫീലിങ്സ്. ബ്യൂട്ടിഫുൾ. What you need to hear right now. See, my God, it's like നിങ്ങൾ എൻ്റെ ആയിപ്പോയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തു, എൻ്റെ ആക്കിയിട്ടുള്ള ചില കാര്യങ്ങൾ. ഇറ്റ്സ് ലൈക്ക് എ റീബേർത്ത്.
അവിടെ നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ ഒരു ഡിറ്റർമിനേഷൻ, നിങ്ങളുടെ ഒരു ഇൻഡിപെൻഡൻസി, ചില ഡെസ്റ്റിനിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ തിരുത്തി എഴുതുക എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ ലൈഫിൽ ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, പക്ഷെ അതൊക്കെ ഒന്ന് മാറ്റി എഴുതുന്ന ചില സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാത്രമായിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യേണ്ട, നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇമോഷണൽ സിറ്റുവേഷൻ, അങ്ങനെ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ആക്ച്വലി അത് കൈൻഡ് ഓഫ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് പോലെ, ഓർ നിങ്ങളുടെ ഒരു പവർ യൂസ് ചെയ്യുന്നത് പോലെ. ഓക്കെ, സോ ഓർ നിങ്ങളുടെ ഒരു അഡ്മിറേഷൻ, നിങ്ങളുടെ ആ ഒരു ടാലന്റ്, ഇന്നർ ടാലന്റ് കാരണം നിങ്ങൾക്ക് അങ്ങനത്തെ ചേഞ്ചസ് ആക്ച്വലി സംഭവിക്കുന്നുണ്ട്, എസ്പെഷ്യലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഗൈസ്. ഇറ്റ്സ് ലൈക്ക് പാഷൻ ഇഗ്നൈറ്റഡ്. ജീവൻ ഇല്ലാത്തൊരു കാര്യം ജീവൻ വെപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ. ചില കോൾ. ഓക്കെ, ട്രസ്റ്റ് മീ ദാറ്റ് നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ ആരോ സീരിയസ് ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്, സീരിയസ് ആയിട്ട് മിസ് ചെയ്യുന്നുണ്ട്, സീരിയസ് ആയിട്ട് അഡ്മയർ ചെയ്യുന്നുണ്ട്, സീരിയസ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, what you need to hear right now. ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ഒരു ഗട്ട് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ട സൈൻ തന്നിട്ടുണ്ട്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് വേണ്ട സൈൻ തന്നിട്ടുണ്ട്. ഇത് ആക്ച്വലി നിങ്ങളുടെ ബിലീഫ് ഓർ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ചില ബൗണ്ടറീസ് ബ്രേക്ക് ചെയ്യാൻ നിങ്ങൾ ഫോഴ്സ് ചെയ്യുന്ന ചില സിറ്റുവേഷൻ. ഓക്കെ, സോ മേ ബി ചില കാര്യങ്ങൾ തിരുത്തി എഴുതുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ. ഓക്കെ, സോ ചില ബൗണ്ടറീസ് ആക്ച്വലി പൊട്ടിക്കുന്ന ഒരു സിറ്റുവേഷൻ. ഓക്കെ, സോ ചില മതിലുകൾ, വരമ്പുകളൊക്കെ ലംഘിക്കുന്ന സിറ്റുവേഷൻ. ഓക്കെ, കമ്മിങ് ബാക്ക്, ചില ആളുകളുടെ റിട്ടേൺസ്. I'm sorry, it's completely a love reading because collective reading ആണ്, picking up from your energy. All right, it's your soulmate or നിങ്ങളുടെ സോൾ ഫാമിലി എന്നുള്ള ആരെങ്കിലും. ഓക്കെ, ഓർ മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഡോഗ് ഇൻവോൾവ് ആയിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ഓർ ദ പേഴ്സൺ വിത്ത് എ ഡോഗ്, ഓർ ഈ പേഴ്സൺ ലോയൽ ആണ്. ഓക്കെ, നിങ്ങളുടെ ഹെൽപ്പ് ആക്ച്വലി ഈ ഒരു വ്യക്തി നോക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ പ്രസൻസ്, നിങ്ങളുടെ കൂടെ, ഇത് നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടുള്ള ആരെങ്കിലും ആയിരിക്കാം. ഒരു ടൈമിൽ നിങ്ങളുടെ കൂടെ കുറെ വർഷങ്ങളായിട്ടുള്ള ആരെങ്കിലും ആയിരിക്കണം. ഓക്കെ, കാരണം അല്ലെങ്കിൽ കുറെ വർഷത്തെ ഒരു കാത്തിരിപ്പ് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പേഴ്സൺ അല്ലെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ ഈ ഒരു ടൈമിൽ കണക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫ് ലോങ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചിരിക്കുന്ന പേഴ്സൺ. ഓക്കെ, I don't know what is this. And ഈ ഒരു പേഴ്സൺ, ഈ ഒരു വ്യക്തിനെ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അറിയുന്നതായിരിക്കാം, നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവുന്നുണ്ട്. ഈ വ്യക്തിയുടെ തോട്ട്സിൽ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവുന്നുണ്ട്. നിങ്ങളായിട്ട് ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം, നിങ്ങളായിട്ട് എൻഡ് ആക്കിയിട്ടുണ്ടായിരിക്കണം, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാവുന്നുണ്ട്. ഇറ്റ്സ് ബിക്കോസ് മേ ബി ഈ ഒരു വ്യക്തി നിങ്ങൾ അത്ര ആഗ്രഹിക്കുന്നുണ്ട്, അത്ര ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കുന്നുണ്ട്, വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആൻഡ് ബിക്കോസ് ദേ ആർ വെരി ലോയൽ. ഇത് നിങ്ങൾക്ക് ഒരുപാട് സോൾ കണക്ഷൻ തോന്നിയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും ഫോർ ഷുവർ. ഓക്കെ, കാരണം ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ തലേന്ന് എടുത്ത് മാറ്റാൻ പറ്റുന്നില്ല. ചില ആളുകളുടെ ലൈഫിൽ ഒരു കൈൻഡ് ഓഫ് വിഷ് കം ട്രൂ ആണ് നിങ്ങൾ. ഓക്കെ, സോ അവരുടെ ഒരു വലിയൊരു ആഗ്രഹമാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു വലിയൊരു ബ്ലെസ്സിങ്, അല്ലെങ്കിൽ വലിയൊരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ എന്ന് പറയുന്നത്. ഈ വ്യക്തി നിങ്ങളടുത്ത് ഇത്ര ലോയൽ ആവാൻ കാരണം മേ ബി അവരെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് മേ ബി നിങ്ങളായിരിക്കാം. ഓക്കെ, അവര് ജീവിക്കാൻ പഠിച്ചതോ അല്ലെങ്കിൽ അവര് ലൈഫ് തുടങ്ങിയത്. ചില ആളുകൾക്ക് ഇത് നിങ്ങൾക്ക് വളരെ വർഷങ്ങളായിട്ടുള്ള കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, ഓർ ഈവൻ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം. നിങ്ങളുടെ കൂടെ ആയിരിക്കാം ഈ ഒരു വ്യക്തി ജനിച്ചു വളർന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഓർമ്മ വെച്ച് മുതലേ കാണുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം, ഓർ ലൈഫിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിലായിരിക്കാം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെ ആ ഒരു ടൈമിൽ അവര് ലൈഫ് എന്താണെന്ന് മനസ്സിലാക്കി വരുന്ന ഒരു ടൈം ആയിരിക്കാം. എസ്പെഷ്യലി അവര് ഓർ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഈ വ്യക്തി ഡെഫിനറ്റ്ലി ഈ വ്യക്തി നിങ്ങളുടെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാവേണ്ട ഒരു പേഴ്സൺ ആണ്. ഓക്കെ, നിങ്ങളുടെ കൂടെ വളരേണ്ട പേഴ്സൺ ആണ്. നിങ്ങളുടെ കൂടെ ഇറ്റ്സ് ലൈക്ക് ഒരു സോങ് ഉണ്ട് ഇംഗ്ലീഷിൽ, മേ ബി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കണം, ദാറ്റ് ഐ വോണ്ട് ഗ്രോ ഓൾവേസ് യു.
വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു ലവ് സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്. അത് നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കാം, ഓർ ഡെഫിനറ്റ്ലി ഇത് നിങ്ങളുടെ അടുത്ത് തോന്നുന്ന ഫീലിങ്സ് ആണ്. ആർക്കോ ഒരാൾക്ക് ഇങ്ങനെ നിങ്ങളെ ഫീൽ ചെയ്യുന്നുണ്ട്, ഓർ ഇങ്ങനെ നിങ്ങളെ കാണുന്നുണ്ട് ഈ ഒരു വ്യക്തി. അത് നിങ്ങൾക്ക് ഒട്ടും അറിയാത്ത ആള് അല്ല, ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾക്ക് അറിയുന്ന ആളാണ്, നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളാണ്. കാരണം നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവുന്നുണ്ട്. ഓക്കെ, സോ ബിക്കോസ് നിങ്ങൾക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ ഒരു എനർജി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അത് ഏത് രീതിയിലായിരിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ അടുത്തും ആ ഒരു റൊമാൻറ്റിക് ഫീലിങ്സ് ഉണ്ടാവണമെന്നില്ല. സോ നിങ്ങൾക്ക് ആ ഒരു ഡിസ്ട്രാക്ഷൻ മസ്റ്റ് ആയിട്ട് ഉണ്ടാവുന്നുണ്ട്. ഈവൻ മേ ബി നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു പേഴ്സണെ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ബൗണ്ടറി വെച്ചിട്ടുണ്ട്. നിങ്ങളോ ഈ ഒരു പേഴ്സൺ, എസ്പെഷ്യലി നിങ്ങൾ ഈ ഒരു ബൗണ്ടറി വെച്ചിട്ടുണ്ടാവും. കാരണം നിങ്ങളും ബ്ലോക്ക് ചെയ്യാണ്, നിങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല. നിങ്ങൾ ഒരു ടൈം വരെ, ഓക്കെ, ഒരു ടൈം വരെ നിങ്ങൾ കംപ്ലീറ്റ്ലി ആ ഒരു ഭാഗത്തേക്ക് പോവാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, പക്ഷെ അവിടെ ഹേർട്ട് ഉണ്ടാവുന്നുണ്ട്, വിഷമം ഉണ്ടാവുന്നുണ്ട്, വേദനിക്കുന്നുണ്ട്, രണ്ടുപേരും വേദനിക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേറെ എന്തൊരു കാര്യം കൂടെ ഇൻവോൾവ് ആയിട്ടുള്ള പോലെ. ബട്ട് ഈവൻ നിങ്ങൾ എന്തൊക്കെ വെക്കുന്ന സമയത്തും, എന്തൊക്കെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്ന സമയത്തും, ചിലത് നിങ്ങൾ കണക്ട് ചെയ്യണം. ഓക്കെ, ഈവൻ ലൈക്ക് നിങ്ങൾ ചില കാര്യങ്ങൾ, ഇപ്പം റിയാലിറ്റിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ ചില കാര്യങ്ങള് ആ ഒരു ബൗണ്ടറി വെക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതായിരിക്കാം. നിങ്ങൾക്ക് ചിലത് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് എൻഡാണ്, അത് ക്ലോസ്ഡ് ആയിട്ടുള്ള ചില സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അതിലൊരു പ്രോഗ്രസ് നിങ്ങൾ ഈ ഒരു ടൈമിൽ കാണുന്നുണ്ടായിരിക്കില്ല. ഓക്കെ, പക്ഷെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ആക്ച്വലി ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ നിങ്ങൾക്ക് ഒരുപാട് സ്പിരിച്വൽ ആയിട്ടുള്ള ഗ്രോത്ത് കൂടെ തന്നിട്ടുണ്ട്. കാരണം ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സോൾ ഫാമിലി എന്നുള്ള ആളുകളായിരിക്കാം. മേ ബി ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കുറച്ച് ടോക്സിക്കും ആയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഒരുപാട് ഫാന്റസൈസ് ചെയ്യുന്നുണ്ട് ഈ ഒരു വ്യക്തി നിങ്ങളെ പറ്റി. ഓക്കെ, ഇത് നിങ്ങൾക്ക് ആ ഒരു സോൾ കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ചില സമയത്ത് നിങ്ങൾക്ക് ഇതിന്ന് പുറത്തേക്ക് വരാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇത് എന്താന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം, ഓർ ഇത് ഈവൻ എൻഡ് ആക്കിയാലും നിങ്ങൾക്ക് ഇതിന് ഇറങ്ങി വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, ബിക്കോസ് നിങ്ങൾക്ക് ഇനിയും എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചെയ്യാനുണ്ട്. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ കൺട്രോളിൽ അല്ലാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ. നിങ്ങളൊന്നും പ്രത്യേകിച്ച് ചെയ്യാതിരിക്കുക. നിങ്ങളൊരു സ്റ്റേറ്റ് ഉണ്ടാവും ഡെഫിനറ്റ്ലി. അത് ഓൾറെഡി ചില ആളുകൾക്ക് സംഭവിക്കുന്നുണ്ട്. ഒരു ലൈക്ക് സഡൻ അവേക്കനിങ്, സഡൻ റിയലൈസേഷൻ ഇൻ യുവർ റിലേഷൻഷിപ്പ്, സഡൻ റീയൂണിയൻ. അത് നിങ്ങളായിട്ടൊന്നും ചെയ്യുന്നതല്ല, പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എങ്ങനെ ഒരു വിള്ളൽ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സിറ്റുവേഷനിൽ എങ്ങനത്തെ ഒരു ബ്രേക്കപ്പ് സംഭവിച്ചിട്ടുണ്ടോ, അത്രയും വേഗത്തിൽ തന്നെ ചില മാറ്റങ്ങളും സംഭവിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ചിലത് ഡിവൈൻ ആയിട്ട് തന്നെ മാറ്റി വെക്കും, ഒരു റൈറ്റ് ആയിട്ടുള്ള ടൈമിൽ ഡിവൈൻ ആയിട്ട് തന്നെ കൂട്ടിച്ചേർക്കും. ഓക്കെ, സോ എന്തായിട്ടുള്ളത്, സോ ചില വാടിക്കരിഞ്ഞിട്ടുള്ള ചില ചെടികളൊക്കെ വീണ്ടും ഗ്രോ ചെയ്യുന്ന സിറ്റുവേഷൻ, ഇരുട്ടിലേക്ക് വീണ്ടും വെളിച്ചം വരുന്ന സിറ്റുവേഷൻസ് സംഭവിക്കുന്നുണ്ട്. ആൻഡ് റിലേറ്റ്, നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ അങ്ങനത്തെ ഒരു പേഴ്സൺ ഉണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ ആയിരിക്കാം ഇത്. ഓക്കെ, സോ ഇതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, ബിക്കോസ് ഇറ്റ്സ് എ കളക്റ്റീവ് റീഡിങ്. ഞാൻ എപ്പോഴും കളക്റ്റീവ് റീഡിങ് എടുക്കുന്ന സമയത്ത് ഇറ്റ്സ് ടു ഇന്റൻസ്. എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനുള്ള വലിയൊരു ബുദ്ധിമുട്ട് എപ്പോഴും ഉണ്ടാവാറുണ്ട് കളക്റ്റീവ് റീഡിങ് എടുക്കുന്ന സമയത്ത്. ഓക്കെ, ഒരു ഇന്റൻസ് ആയിട്ടുള്ള സിറ്റുവേഷൻ, ബിക്കോസ് ഇത് വളരെ ഇന്റൻസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്, ഡീപ്പ് ആയിട്ടുള്ള സിറ്റുവേഷൻ. ഐ ഹാവ് നോ വേർഡ്സ് ടു എക്സ്പ്ലെയിൻ.